വിൻസെന്റ് ഈ വല്ലാത്തൊരു ഗതികേടാണ്. കാരണം അവർക്ക് ഒരു കുടിശ്ശിക വരുത്താതെ അല്ലെങ്കിൽ ഒന്നിച്ച് ശമ്പളം നൽകി എന്ന് മേനി പറയുകയും അവരിൽ നിന്നും ആ പണത്തിൽ നിന്നും കൈയിട്ട് വാങ്ങുന്ന രീതിയിൽ 5 ദിവസത്തെ ശമ്പളം നൽകണം എന്ന് നിർബന്ധമല്ലെങ്കിൽ കൂടി ചോദിക്കാനുള്ള ഒരു ഉളിപ്പ് വേണ്ടേ? അതുപോലും ഇല്ലാതെ ഈ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഉത്സവത്തെ നൽകിയിട്ടില്ല, ബോണസ് ഇല്ല. എന്ത് ഗതികേടാണ് ശ്രീ വിൻസെന്റ്? തീർച്ചയായും കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ നിരവധി വർഷങ്ങളിൽ ഇത്രയും സമീപനമാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷമാണ് ഒരു ചർച്ച നടത്തി ബോണസ് നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മുമ്പിലത്തെ വർഷം തന്നില്ല. അപ്പൊ ഈ KSRTC തൊഴിലാളികൾക്ക് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റും മാനേജ്മെന്റും സ്വീകരിച്ചിരിക്കുന്ന നയം. തീർച്ചയായും കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഈ ഒരു സ്ഥിതിവിശേഷം ഇല്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് അഡ്വാൻസും ബോണസും എല്ലാം ലഭിക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക് ഏറ്റവും അധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് KSRTCയിലെ ജീവനക്കാർ. ഈ പൊടിയും മഴയും എല്ലാം കൊണ്ട് മാത്രവുമല്ല എത്ര ടയർസമായിട്ടുള്ള ഒരു വർക്കാണ്. രാവിലെ മുതൽ ബസ് യാത്ര ചെയ്യാൻ, നമുക്കൊരു ബസ്സിൽ 1 മണിക്കൂർ യാത്ര ചെയ്യാൻ തന്നെ ക്ഷീണം ഉണ്ടാവും. പക്ഷെ എല്ലാ ദിവസവും ഈ വളരെ കഠിനമായി ജോലി ചെയ്യുന്ന അവരോട് ക്രൂരമായ സമീപനമാണ് മാനേജ്മെന്റും സർക്കാരും സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വീട്ടിലേക്ക് പോകുന്ന തൊഴിലാളികളോട് കുടുംബാംഗങ്ങളോട് എന്താണ് പറയുന്നത്? വിൻസെന്റ് നോക്കൂ, അവിടെ തിരുവോണ നാളിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് കഞ്ഞി വെച്ച് അതൊരു ആഘോഷമായി കാണുന്ന ഒരു രീതിയാക്കി സർക്കാരൊക്കെ മാറ്റിയോ എന്നുള്ളതാണ്. ഇത് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കേണ്ട, 95,000 രൂപയെന്ന് ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട, ഉള്ളത് അവർ അധ്വാനിച്ചതിന്റെ ആയിട്ടുള്ള അവരുടെ അർഹമായിട്ടുള്ള ഒരു ആനുകൂല്യം അതല്ലേ ചോദിക്കുന്നുള്ളൂ സാർ. തീർച്ചയായും ഞങ്ങള് ഈ ഓണ ദിവസം നിങ്ങളൊരു ഡ്യൂട്ടി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണ ദിവസം വരെ നിങ്ങൾ അതിനു മുമ്പ് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ആ നിലയിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ശരി, വളരെ നന്ദി. അല്ല, കാരണം ഈ എല്ലാ ക്ഷമയും നശിച്ചിരിക്കുകയാണ്. ഒരു 8.25 വർഷമായിട്ട് 1 മാസം പോലും കൃത്യമായി ശമ്പളം കിട്ടില്ല. നിങ്ങൾക്ക് എന്ന് ശമ്പളം കിട്ടുമെന്ന് KSRTC ജീവനക്കാരനോട് ചോദിച്ചാൽ ഒരു മറുപടി പറയാൻ കഴിയുമോ? ഈ കാലയളവിൽ ഇത്രയും കാലമായിട്ട് ഓണത്തിനാണെങ്കിൽ ഒരു ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാൻ ഓണത്തിന് ബോണസ് കൊടുക്കാത്ത വർഷങ്ങളിലെ ബോണസ് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ? അവര് ഏതെങ്കിലും വർഷം തിരികെ തന്നിട്ടുണ്ടോ? ഒരു വർഷവും തിരികെ തന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൃത്യമായി ശമ്പളം കൊടുക്കാതിരിക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക, ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന തുകകൾ പോലും യഥാസ്ഥലങ്ങളിൽ അടയ്ക്കുന്നില്ല. സഹകരണ ബാങ്കിലേക്ക് അടയ്ക്കേണ്ടുന്ന EMI പിടിച്ചിട്ട് അവിടെ അടയ്ക്കാതിരിക്കുക. PFI നിന്നും അങ്ങനെ നൽകിക്കോളൂ എന്ന് പറയുകയും അതൊരു കുഴിയിൽ ചാടിക്കൽ പരിപാടിയല്ലേ അത്? ഏത് PF വഴി അടച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നതായി കേൾക്കുന്നുണ്ട്. ഒന്നുമില്ല. അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഓണത്തിന് കൂപ്പൺ കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊന്നും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊന്നും കേട്ടുകഴിവുള്ള കാര്യങ്ങൾ പോലുമല്ല. ഗവൺമെന്റ് സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം. മാനേജ്മെന്റ് അതുപോലെ തന്നെ തൊഴിലാളികളോട് എന്തെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 2,750 രൂപ ബോണസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തുകയാണ്. ആ തുക പോലും വളരെ നന്ദി വിൻസെന്റ്. വിൻസെന്റ് പറഞ്ഞതുപോലെ തന്നെ കടുത്ത നടപടികളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയാണ്.